നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ വീണ്ടും മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന മുന്നറിയിപ്പ്. വ്യാഴാഴ്ച രാവിലെ മുതൽ തുടങ്ങുന്ന മഞ്ഞുവീഴ്ചയിൽ 30 സെന്റിമീറ്റർ വരെ കനത്തിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വ്യാഴാഴ്ച രാത്രിയിലും തുടരുന്ന മഞ്ഞുവീഴ്ച വീണ്ടും വളരെ ശക്തമാകും. പല സംസ്ഥാനങ്ങളിലും ഒരേ സമയം മഞ്ഞുവീഴ്ച ഉണ്ടാവും. നോർത്തേൺ വെസ്റ്റ്ഫാലിയ, റൈൻലാൻഡ് ഫാൽസ്, ബാഡൻ-വുട്ടംബർഗ്, സാർലാൻഡ്, ഹെസൻ എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കുന്നു. ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. വ്യാഴാഴ്ച രാവിലെ മഞ്ഞുവീഴ്ചയും തണുത്തുറഞ്ഞ മഴയും ആണ് പ്രതീക്ഷിക്കുന്നത്. യാത്ര ചെയ്യുന്ന ഏതൊരാളും അധിക സമയം ആസൂത്രണം ചെയ്യുകയും കൂടുതൽ ജാഗ്രത പാലിക്കുകയും വേണം. 300 മീറ്ററിന് മുകളിൽ മഞ്ഞിന്റെ ആഴം 10 മുതൽ 15 സെന്റിമീറ്റർ വരെ എത്താം. വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിയോടെ മഞ്ഞുവീഴ്ച തെക്കോട്ട് വ്യാപിക്കും. വടക്കും കിഴക്കും ഇത് തുടരും. റൈൻ നദിയിൽ ജലനിരപ്പ് പ്രധാന രേഖ കടന്നതിനെ തുടർന്ന് കൊളോണിൽ വെള്ളപ്പൊക്ക ഭീഷണിയായി. വരും ദിവസങ്ങളിൽ ജലനിരപ്പ് കൂടുതൽ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികാരികൾ അറിയിച്ചു. കൊളോണിലെ റൈൻ ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരുകയാണ്. വ്യാഴാഴ്ച ആദ്യ വെള്ളപ്പൊക്ക ഘട്ടത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാരാന്ത്യത്തിൽ നിരവധി സെന്റിമീറ്ററുകൾ കൂടി ഇത് ഉയരും. ഫെബ്രുവരി 19 രാവിലെ 7 മണിക്ക് ജലനിരപ്പ് 6.28 മീറ്ററിൽ എത്തിയിരുന്നു. 7 മീറ്റർ ജലനിരപ്പിൽ റോഡൻകിഷനിലെ റൈൻ നദീ തീരത്ത് ആദ്യത്തെ വെള്ളപ്പൊക്ക തടസ്സങ്ങൾ സ്ഥാപിക്കും. രണ്ടാമത്തെ വെള്ളപ്പൊക്ക ഘട്ടം 8.30 മീറ്ററിലാണ്. വെള്ളപ്പൊക്ക നിയന്ത്രണ കേന്ദ്രവും സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. ജലനിരപ്പ് പലപ്പോഴും വസന്തകാലത്ത് ഉയരുന്നതാണ്. ആൽപ്സിലും റൈനിന്റെ പോഷക നദികളിലും മഞ്ഞുരുകുന്നത് മൂലമാണ് ഇത് സംഭവിക്കുന്നത്. 1926, 1993, 95 വർഷങ്ങളിൽ കൊളോണിൽ നൂറ്റാണ്ടിൽ ഒരിക്കൽ സംഭവിക്കുന്ന വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടു. ഈ സമയങ്ങളിൽ റൈനിലെ ജലനിരപ്പ് 10 മീറ്ററിന് മുകളിൽ ഉയർന്നു. 2026 ജനുവരി 1 റൈൻ നദി 10.69 മീറ്ററിലെത്തി. കൊളോണിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ജലനിരപ്പാണിത്. പ്രായപൂർത്തിയാകാത്തവർക്കുള്ള സോഷ്യൽ മീഡിയ നിരോധനത്തിന് ജർമ്മൻ ചാൻസലർ അംഗീകാരം നൽകി. ഓസ്ട്രേലിയയും മറ്റു രാജ്യങ്ങളും കൗമാരക്കാരെ ജനപ്രിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള നീക്കങ്ങളെ തുടർന്ന് പ്രായപൂർത്തിയാകാത്തവർക്കുള്ള സോഷ്യൽ മീഡിയ നിരോധനത്തിന് രാജ്യം തയ്യാറാണെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ബുധനാഴ്ച പറഞ്ഞു. പ്രായപരിധി നിശ്ചയിക്കുന്നതും ഉപയോക്താക്കളുടെ പ്രായം പരിശോധിക്കാൻ പ്ലാറ്റ്ഫോമുകളെ നിർബന്ധിക്കുന്നതും ഉൾപ്പെടെ കൂടുതൽ നിയന്ത്രണാത്മകമായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ തന്റെ സർക്കാർ പരിഗണിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമിതമായ സ്ക്രീൻ സമയം ബാല്യകാല വികസനത്തിനും മാനസിക ആരോഗ്യത്തിനും ദോഷം ചെയ്യുമെന്ന ആശങ്ക വർദ്ധിച്ചു വരുന്നതിനാൽ നിരവധി രാജ്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രായ നിയന്ത്രണങ്ങൾ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ വികസനത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തെക്കുറിച്ച് മെർസ് ആശങ്ക പ്രകടിപ്പിച്ചു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി പ്ലാറ്റ്ഫോമുകൾ പുനഃക്രമീകരിച്ചുകൊണ്ട് തന്റെ മധ്യ ഇടതുപക്ഷ SPD സഖ്യ പങ്കാളിയുടെ നിർദ്ദേശത്തോട് താൻ തുറന്ന മനസ്സോടെയാണെന്നും മെർസ് കൂട്ടിച്ചേർത്തു. സൈബർ ആക്രമണം മൂലം ജർമ്മൻ റെയിൽവേയുടെ IT വിഭാഗങ്ങൾ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. ഹാക്കർമാർ കമ്പനിയുടെ ടിക്കറ്റ് സംവിധാനം തകരാറിലാക്കി. ചൊവ്വാഴ്ച കണക്ഷൻ തിരയലുകളും ടിക്കറ്റ് വീണ്ടെടുക്കലിലും ഉണ്ടായ വലിയ പ്രശ്നങ്ങൾ ഡോയ്ച്ചെ ബാനിന്റെ IT സംവിധാനങ്ങളെ വീണ്ടും ബാധിച്ചു. കമ്പനിയുടെ വെളിപ്പെടുത്തലിൽ ജർമ്മൻ റെയിലിന്റെ IT സംവിധാനങ്ങളിൽ നടന്ന DDoS ആക്രമണത്തിൽ വളരെ ഉയർന്ന തലത്തിലുള്ള സെർവറുകളെ നിറയ്ക്കാൻ ആക്രമണകാരികൾ ശ്രമിച്ചത് സിസ്റ്റങ്ങളെ കൃത്രിമമായി ഓവർലോഡ് ചെയ്യുകയും ഒരു ഹൈവേയിലെ നീണ്ട ഗതാഗത കുരുക്കിന് സമാനമായി നിശ്ചലമാക്കുകയും ചെയ്തു. ഉപയോക്താക്കൾക്ക് വെബ്സൈറ്റുകളോ ആപ്പുകളോ പിന്നീട് ഭാഗികമായി മാത്രമാണ് ആക്സസ് ചെയ്യാൻ സാധിച്ചത്. എന്നാൽ പൂർണ്ണമായും ലഭ്യമായിരുന്നില്ല. IT തകരാറ് കാരണം ആപ്പും വെബ്സൈറ്റും നിശ്ചലമായി. ബുധനാഴ്ച രാവിലെയും പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു. ബുധനാഴ്ചത്തെ തടസ്സം 3 മണിക്കൂർ 30 മിനിറ്റ് നീണ്ടുനിന്നു. അതിനുശേഷം സിസ്റ്റങ്ങൾ വീണ്ടും സ്ഥിരമായി പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നും ബാൻ വെളിപ്പെടുത്തി. ജർമ്മനിയിലെ ജനനനിരക്ക് ചരിത്രപരമായ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രകാരം 2025 ഏകദേശം 6,40,000 മുതൽ 6,66,000 വരെ കുട്ടികൾ മാത്രമേ ജനിച്ചുള്ളൂ. വർഷങ്ങളിലെ ഏറ്റവും കുറവാണിത്. താരതമ്യപ്പെടുത്തുമ്പോൾ 2024 6,77,100 കുഞ്ഞുങ്ങൾ ജനിച്ചു. ശരാശരി ഒരു സ്ത്രീക്ക് ഏകദേശം 1.35 കുട്ടികൾ മാത്രമാണ് ജനിച്ചത്. വർഷങ്ങളായി ഈ പ്രവണത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുന്നതിനാൽ ജർമ്മനിയുടെ ജനസംഖ്യ എല്ലാ വർഷവും കുറയുകയാണ്. മരണസംഖ്യ ജനനങ്ങളുടെ എണ്ണത്തെക്കാൾ ഗണ്യമായ കൂടുതലാണ്. 2025 ഏകദേശം 10 ലക്ഷം ആളുകളാണ് മരിച്ചത്. 2025 ഏകദേശം 2,20,000 മുതൽ 2,60,000 വരെയുള്ള കുടിയേറ്റക്കാർ എത്തിയെങ്കിലും ഇത് 2024 അപേക്ഷിച്ച് 40% കുറവായിരുന്നു. കൊറോണ വൈറസ് പാൻഡമിക് വർഷമായ 2020 നെറ്റ് ഇമിഗ്രേഷൻ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തുകയും ചെയ്തു. 5 വർഷത്തിനിടെ ആദ്യമായി ജർമ്മനിലെ ജനക്കമ്മി നികത്താൻ കുടിയേറ്റം
സംവിധാനം പര്യാപ്തമല്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. 2070 ജർമ്മനിയിൽ 68.8 ദശലക്ഷം ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തേതിനേക്കാൾ ഏകദേശം 15 ദശലക്ഷത്തിന്റെ കുറവ്. പലരും കുട്ടികൾ ഉണ്ടാകാൻ സമയം മാറ്റിവെക്കുന്നതാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ഭയം കാരണം കുട്ടികൾ ഉണ്ടാകാനുള്ള ആഗ്രഹം പലപ്പോഴും മാറ്റിവെക്കപ്പെടുന്നു. ചിലപ്പോൾ വളരെ വൈകുകയും ചെയ്യും. സ്ത്രീകൾ ശരാശരി 30.4 വയസ്സിൽ ആദ്യ കുഞ്ഞ് ജനിക്കാൻ അനുവദിക്കുന്നുവെങ്കിലും പലപ്പോഴും ഇത് സാധിക്കുന്നില്ല. 20 വർഷത്തിനിടെ ആദ്യമായി ഡേ കെയറിലെ കുട്ടികളുടെ എണ്ണവും കുറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റത്തോടെ 1000 ജോലികൾ വെട്ടിക്കുറയ്ക്കാൻ ജർമ്മൻ ഇൻഷുറൻസ് കമ്പനി എർഗോ പദ്ധതിയിടുന്നതായി വെളിപ്പെടുത്തി. പ്രമുഖ ജർമ്മൻ ഇൻഷുറൻസ് സ്ഥാപനമായ എർഗോ കൃത്രിമ ബുദ്ധി കൂടുതലായി ഉപയോഗിക്കുന്നതിനാൽ 2030ഓടെ 1000 ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്നാണ് അറിയിച്ചത്. നിലവിൽ 15,000 പേർക്ക് ജോലി നൽകുന്ന മ്യൂണിക് പ്രീ അനുബന്ധ സ്ഥാപനമാണ് ഇത്. AI ശക്തിപ്പെടുത്തിയ ഉപയോഗത്തിലൂടെ പ്രതിവർഷം 200 തസ്തികകൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്നുവെന്നാണ് എർഗോ ഡയറക്ടർ പറഞ്ഞത്. കോൾ സെന്ററുകളിലും ക്ലെയിമുകൾ കൈകാര്യം ചെയ്യുന്നതിലും ജോലികൾ വെട്ടിക്കുറയ്ക്കൽ നടത്തുമെന്നാണ് അറിയിച്ചത്. പാടംപൊട്ടമർക്ക് സംസ്ഥാനത്തിലെ ഷ്വേബിഷ് ഹാൾ ജില്ലയിലെ പട്ടണമായ ഗറാബ്രോൺ മേയറും ജനപ്രിയനുമായ ക്രിസ്ത്യൻ മൗഹ് ഗുരുതരമായ കാർ അപകടത്തിൽ മരിച്ചു. 40 വയസ്സായിരുന്നു. ബുധനാഴ്ച രാത്രി ഗറാബ്രോണിലെ ഒരു ഗ്രാമീണ റോഡിൽ തന്റെ കാർ ഓടിച്ചു പോകുമ്പോൾ റോഡിൽ നിന്ന് തെന്നിമാറി ഒരു മരത്തിലിടിച്ച് ഏകദേശം 35 മീറ്റർ ചരിവിലേക്ക് തലകീഴായി മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. കാറിൽ കുടുങ്ങിയ മേയർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകട കാരണം വ്യക്തമല്ല. പോലീസ് പറയുന്നതനുസരിച്ച് പ്രദേശത്ത് നേരത്തെ മഴയും മഞ്ഞും പെയ്തിരുന്നു. മേയർ മൗഹ് അപകടത്തിന് തൊട്ടുമുമ്പ് ഗറാബ്രോൺ പട്ടണത്തിന്റെ 800ാം വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആഘോഷത്തിന് ശേഷം സഞ്ചരിച്ച വോക്സ്വാഗൻ ടുറാൻ SUV കാറാണ് അപകടത്തിൽപ്പെട്ടത്. മൗഹിന് ഭാര്യയും 4 കുട്ടികളുമുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച സമാധാന ബോർഡിൽ പങ്കെടുക്കില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചു. ആഗോള പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാൻ ശരിയായ സ്ഥാപനം UN ആണെന്നാണ് വത്തിക്കാൻ അറിയിച്ചത്. ജനുവരിയിൽ പോപ്പ് ലിയോ 14ാമനെ ബോർഡിൽ ചേരാൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന ബോർഡിൽ പങ്കെടുക്കില്ലെന്നാണ് ചൊവ്വാഴ്ച വത്തിക്കാൻ വ്യക്തമായി പറഞ്ഞത്. അധികാരമേറ്റതിനു ശേഷം ആദ്യത്തെ US-ൽ നിന്നുള്ള മാർപ്പാപ്പായ ലിയോ 14ാമൻ ട്രംപിന്റെ ചില നയങ്ങളെ തുറന്ന് വിമർശിക്കുകയും ചെയ്തിരുന്നു. അയർലൻഡിലെ ചാൾസ് ടൗണിനടുത്ത് താമസിച്ചിരുന്ന മലയാളി യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കോട്ടയം സ്വദേശി സാൻജോ സുനിലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നഴ്സായി ജോലി ചെയ്യുന്ന ലിഷ്മ ഫിലിപ്പാണ് ഭാര്യ. ഇവരുടെ വിവാഹം കഴിഞ്ഞ വർഷമായിരുന്നു. സുനിൽ കഴിഞ്ഞ മാസമാണ് അയർലൻഡിൽ എത്തിയത്. മുൻപ് ഇസ്രയേലിൽ ജോലി ചെയ്തിരുന്ന സാൻജോ ക്രിക്കറ്റിലും മലയാളി സമൂഹത്തിലുമെല്ലാം വളരെയധികം സജീവമായിരുന്നു. ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അറിവായിട്ടില്ല. അതേസമയം സാൻജോയുടെ ആത്മഹത്യയെ തുടർന്ന് ഭാര്യയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതുവരെ ജീവന് അപായമില്ലെന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരം. യമനിലെ ജയിലിൽ തുടരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ മാപ്പ് ലഭിച്ചതോടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ദൗത്യം അവസാനിച്ചെന്നും മോചനം സംബന്ധിച്ച കാര്യങ്ങൾ നയതന്ത്ര തലത്തിലാണെന്നും മകൻ അബ്ദുൾ ഹക്കീം പറഞ്ഞു. അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിലൂടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദായത്. രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ കാരണം നയതന്ത്ര ഇടപെടലുകളിലും പരിമിതിയുണ്ട്. ഒരേ സമയം പലരാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ അവകാശവാദങ്ങളുമായി രംഗത്തുള്ളത്. എന്തായാലും നയതന്ത്രം ഇനി എത്രമാത്രം ഫലിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.